പല ആളുകളും ഈ സിംഗിളായിട്ട് നടന്ന ആ ഒരു കാലഘട്ടത്തിലെ സേവിങ്സ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഒരു കുടുംബജീവിതമൊക്കെ ആരംഭിക്കുന്ന സമയത്ത് ആകെ മൊത്തത്തിൽ വിഷമത്തിലിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കുടുംബമാകുമ്പോൾ അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള പ്ലാനിങ് നേരത്തെ തന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തരാത്ത ഒരു സമൂഹത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ വരുന്നത്. നമ്മളുടെയൊക്കെ വീട്ടിലുള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മളോട് പറയുന്നത് വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ചെലവുകളുടെ കാര്യത്തെക്കുറിച്ചിട്ട് മാത്രമാണ്. എന്നാൽ അത് കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള ചെലവുകളുടെ കാര്യത്തെക്കുറിച്ചിട്ട് പലപ്പോഴും പല ആളുകളും കുട്ടികൾക്ക് ട്രെയിനിങ് എടുത്ത് കൊടുക്കാറില്ല. ചിലപ്പോൾ സ്ത്രീധനമായിട്ടൊക്കെ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ സ്ത്രീധനത്തിനൊക്കെ എതിരാണ്. കല്യാണം കഴിപ്പിക്കാനായിട്ടുള്ള ആവേശം സ്ഥിര ജോലി ഇല്ലാത്ത അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത രണ്ട് വ്യക്തികൾ ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് പല ആളുകളും കാണിക്കാറില്ല. അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാറില്ല. അവർ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോവുകയാണ്, അവിടെ പോയി സ്ട്രഗിൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നാട്ടിൽ തന്നെ നിന്ന് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. അങ്ങനെ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ തുടക്കം തന്നെ സ്ട്രഗിൾ ചെയ്ത് ആരംഭിക്കുന്ന അവർ ഒന്ന് റിക്കവർ ആവാനായിട്ട് കുറേയധികം കാലം എടുക്കും. ആ ഒരു കാലം എത്തുന്ന സമയത്ത് വീണ്ടും എക്സ്പെൻസുകൾ കൂടിക്കൊണ്ടിരിക്കും. അവർക്ക് ആ ഒരു സേവിങ്സ്, സേഫ് പൊസിഷൻ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്താനായിട്ട് പറ്റില്ല.